ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവരും പറഞ്ഞു കാണും. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് UG കോഴ്സുകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് PG കോഴ്സുകൾ മാത്രമായിരുന്നു അല്ലെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് വന്നിരുന്നത്. അപ്പൊ UG കോഴ്സുകൾ വന്നിരിക്കുന്നത് BCom കൊമേഴ്സ് വന്നിട്ടുണ്ട്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BBA, പിന്നെ BA തമിഴ് ലിറ്ററേച്ചർ, BCA. അത്യാവശ്യത്തിനുള്ള കുറച്ച് UG കോഴ്സുകളും തന്നിട്ടുണ്ട്. ഫീസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് ഇപ്പൊ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫീസുകൾ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസിന് വന്ന ഫീസ് സ്ട്രക്ചർ വെച്ച് കണക്ക് കൂട്ടരുത്. ഡിസ്റ്റൻസിന് ഇപ്പോൾ ഇയർ വൈസ് ഫീസ് വരുമ്പോൾ അത്രയ്ക്ക് അധികം ഭയങ്കര ഫീസ് കുറവായിരുന്നു. പക്ഷെ നമുക്ക് സെമസ്റ്റർ ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് അറിയാലോ, ഒരു വർഷത്തിന് 2 തവണ ഫീസ് അടയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഫീസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതലുണ്ട്. എക്സാം ഫീസ് നമുക്ക് ഒരു വർഷത്തിൽ 2 തവണ അടയ്ക്കേണ്ടിയൊക്കെ വരും. പിന്നെ PG കോഴ്സുകൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. മുൻപത്തെ വീഡിയോസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. MCom കൊമേഴ്സ് ഉണ്ട്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്, പിന്നെ MCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, MA ഇക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA തമിഴ്, പിന്നെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ MSCയിലേക്ക് വരുമ്പോൾ ആർട്സും കൊമേഴ്സും ആണ് കഴിഞ്ഞത്. MSc അപ്ലൈഡ് സൈക്കോളജി വരുന്നുണ്ട്, MSc മാത്സ് വരുന്നുണ്ട്, MSW, MBA ജനറൽ വരുന്നുണ്ട്, MCA വരുന്നുണ്ട്, MSc കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, MSc IT, MSc ഫിസിക്സ്. ഇത്ര കോഴ്സുകളാണ് നമുക്ക് വരുന്നത്. ലൈക്ക് ഇപ്പൊ ഒരു 8 ടൈപ്പ് കോഴ്സുകൾ വരുന്നുണ്ട്. നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടാവും. PG, MBA വരുന്നുണ്ട്, പിന്നെ UG. അപ്പോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതായത് ഒരുപാട് പേര് ഭാരതീയർ വരുമ്പോൾ അഡ്മിഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നല്ല ഓപ്ഷനാണ് ഇപ്പൊ അഡ്മിഷൻ ഒക്കെ എടുത്തു തുടങ്ങാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ അക്കാഡമിക് ബാച്ചിന്റെ അഡ്മിഷൻസ് അവർ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് കലണ്ടർ ബാച്ച് ആണ്, അതായത് ഡിസംബറിലൊക്കെ പരീക്ഷ വരുന്ന ബാച്ച് ആണ് ഉള്ളത്. നമുക്ക് എക്സാം സെന്റർ ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് എക്സാം സെന്റർ അവിടെ നമ്മൾ തമിഴ്നാട്, അല്ലെങ്കിൽ നമുക്കിപ്പോ നിയർ ബൈ കോയമ്പത്തൂരൊക്കെ, പാലക്കാട് ബോർഡർ ആ ഒരു സൈഡൊക്കെ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അതിന്റെ കാര്യങ്ങളൊന്നും ക്ലാരിഫൈ ആയിട്ടില്ല. നമ്മൾ പോയി എക്സാം എഴുതേണ്ടി വരും. ഇപ്പൊ ഒരു സെമ്മില് ഒരു 5 സബ്ജക്ട് എങ്ങനെ പോയാലും ഉണ്ടായിരിക്കും. അപ്പൊ മൊത്തം ഒരു വർഷമൊക്കെ നോക്കുമ്പോൾ ഒരു 10 സബ്ജക്റ്റോളം ഒരു ഇയർ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സിലബസും കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ആയിട്ടില്ല. കഴിഞ്ഞ ബാച്ചിലേക്ക് കുറച്ച് കുട്ടികളുടെ അഡ്മിഷൻസ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. കാരണം അപ്പയ്ക്കും മാർച്ച് 31 ഡേറ്റ് ക്ലോസ് ചെയ്തുല്ലോ. അപ്പൊ അധികം അങ്ങനെ കുട്ടികളുടെ അഡ്മിഷൻസ് കയറിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അഡ്മിഷൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ ഫേവേഴ്സ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എക്സാമിന്റെ അപ്ലിക്കേഷൻ ആണെങ്കിലും അഡ്മിഷന്റെ ഫോം തൊട്ട് ലാസ്റ്റ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ അപ്ലിക്കേഷൻ വരെ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ, നമ്മുടെ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം. സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പൊ പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന മുറക്കി സ്റ്റഡി മെറ്റീരിയൽസ്, എല്ലാ അഡ്മിഷൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ID കാർഡ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ അവിടെ പോയി നിന്ന് എക്സാം എഴുതണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല, വാല്യൂവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് അറ്റസ്റ്റേഷൻസ് ആണെങ്കിലും ദുബായ്ക്കാണെങ്കിലും ഏത് കൺട്രിക്കാണ് അറ്റസ്റ്റേഷൻസും കിട്ടും. അപ്പൊ സർട്ടിഫിക്കറ്റ് നല്ല സർട്ടിഫിക്കറ്റ് ആണ്. സോ അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ അവിടെ പോയി വേണമെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് വരുമ്പോൾ ഭാരതിദാസിനാണെങ്കിലും അളകപ്പയ്ക്കാണെങ്കിലും നമ്മുടെ പിള്ളേര് അവിടെ പോയി എക്സാം എഴുതാറൊക്കെ ഉണ്ട്. കുറച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ അവിടെ പോയി നിന്ന് എഴുതണ്ടെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒരു റൊട്ടീനായി മാറിക്കോളും. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ആരും വിട്ടുകളയാതിരിക്കുക. നമുക്ക് ഡിസ്റ്റൻസിന്റെ ഓപ്പൺ ആവാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത് അല്ലേ. അപ്പോ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാമെന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഒക്കെ താഴെ കൊടുക്കാം. താങ്ക് യു.